ഓ, അന്ന് വീട്ടിൽ പാമ്പിനെ കണ്ടല്ലോ. അതിന് ഇവിടുന്ന് മറ്റോ ആണോ? ശേ, എനിക്കെന്താ എപ്പോഴും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ എന്റെ തോന്നൽ മാത്രമാണോ അതോ ശരിക്കും സംഭവിക്കുന്നുണ്ടോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതിനെന്തായാലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എന്താ ഇപ്പൊ ചെയ്യാ? വീട്ടിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നല്ല പുകലായിരിക്കും. പറഞ്ഞാൽ അത് പ്രശ്നമാണ്. എന്താ ചെയ്യേണ്ടെന്നൊരു ഐഡിയ ഇല്ലല്ലോ. അയ്യോ, ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ല. പെട്ടെന്ന് എസ്കേപ്പ് ആയേക്കാം. എന്ത് ചെയ്താണ് നീ വന്നിരിക്കുന്നത് ഗരുഡ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ, ആ ആത്മാവ് കൈവിട്ടു പോയാൽ അപകടമാണെന്നുള്ളതും തിരിച്ചു പിടിക്കാനാവില്ലെന്നുള്ളതും. ഇതുവരെ ചെയ്തു വെച്ചതെല്ലാം തകിടം മറിച്ച് വന്നിരിക്കുകയാണോ നീ? എന്നോട് ക്ഷമിക്കൂ മഹാമായി, തെറ്റുപറ്റിപ്പോയി. ഉണ്ട്. ഇപ്പോഴും ആ ആത്മാവ് എന്റെ പരിധിയിൽ തന്നെ ഉണ്ട്. എന്റെ ദിഗ്ബന്ധനം ഭേദിച്ചു പോകാൻ നോക്കുകയാണോ നീ? നിന്റെ ഗുരു ത്രയംബകൻ ഇപ്പൊ എവിടെയാണെന്നുള്ള സത്യം എനിക്ക് മാത്രമേ അറിയൂ. നീ ഈ ഭൂലോകം മുഴുവൻ തിരഞ്ഞാലും അവനെ കാണാൻ നിനക്ക് സാധിക്കുകയില്ല. ഏയ്, മര്യാദയ്ക്ക് നീ എന്റെ മുമ്പിൽ വന്ന് കീഴടങ്ങിക്കോ. ഒരിക്കലും നിനക്ക് ഇതിൽ നിന്നുള്ള ഒരു മോചനം എന്നത് സാധ്യമാകുന്ന കാര്യമല്ല ഗരുഡ. ശ്രദ്ധിച്ചു പോയി കാര്യം സാധിച്ചിട്ട് വാ. അച്ഛാ, അച്ഛാ, അമ്മേ. എന്താടാ? അച്ഛാ, ഇവിടെ വന്നിരിക്കും. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറയടാ. പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോ അച്ഛാ? എന്താടാ? ഒന്ന് പറയച്ചാ, പ്രേതങ്ങളൊക്കെ ഉണ്ടോ? അതും ഈ പകല നേരത്ത്? നോക്ക് തൃശ്ശൂർ, പണ്ട് കാലത്തൊക്കെ അമാവാസി ദിവസങ്ങളിൽ മലഞ്ചെരുവിലും കാട്ടിലും അതുപോലെ ശ്മശാനത്തിലൊക്കെ പ്രേതങ്ങളെ കണ്ടിട്ടുണ്ടെന്നാ ആളുകൾ പറയുന്നു. ഞാനെന്തായാലും കണ്ടിട്ടില്ല. അല്ല, അതിരിക്കട്ടെ, നീ ഇപ്പൊ ഇത് ചോദിക്കാൻ കാരണം? അത് എനിക്കെന്തോ ഇപ്പോ ഒരു പ്രേതത്തെയോ ഭൂതത്തെയോ ഒക്കെ കണ്ട പോലെ ഒരു തോന്നലച്ഛ. അതിപ്പോ എങ്ങനെ പറഞ്ഞു തരണ്ടെന്ന് അറിയില്ല. നോക്ക്, ഇതൊന്നും പോയി അമ്മയുടെ അടുത്ത് വിളമ്പാൻ നിൽക്കണ്ട. ഒന്നാമത്തെ ഒടുക്കത്തെ അന്ധവിശ്വാസ, ഇനി നീയായിട്ട് കൂട്ടണ്ട. എന്നാലും എന്തോ ഒരു പേടിയുണ്ട് അച്ഛാ. മനസ്സൊക്കെ എന്തോ പോലെ ആയി എനിക്ക്. ശരി, ഇനി എന്തായാലും ഗുരുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പരിഹാരം കാണാം. തൽക്കാലം നീ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യും. ചെല്ലടാ. മഹാദേവ, ത്രിവിക്രമൻ തന്നെയാണ് എന്റെ ആദിശേഷൻ. അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് എന്റെ മനസ്സിൽ ത്രിവിക്രമൻ മാത്രമേ ഉണ്ടാകൂ. എനിക്ക് ത്രിവിക്രമനെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കണം.
എനിക്കതിന് കഴിയുന്നില്ല. ഞാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും ആദിശേഷന്റെ സ്ഥാനത്ത് ത്രിവിക്രമനെ കാണാൻ എനിക്ക് കഴിയുന്നില്ല. ഗുരുദേവനാണെങ്കിൽ ഞാൻ ത്രിവിക്രമനെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എത്ര തന്നെ ശ്രമിച്ചിട്ടും ആദിശേഷന്റെ രൂപത്തിന് പകരം മറ്റാരെയും എനിക്ക് കാണാനാവുന്നില്ല. എന്താ ചെയ്യാ ഞാൻ? ശിവാനി, നിന്റെ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തി ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്ക്. അവനിൽ എന്തെങ്കിലും ഒരു മാറ്റം കാണും. ഇല്ല നീലി, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആദിശേഷന്റെ രൂപം മാത്രമാണ് കാണാനാവുന്നത്. ത്രിവിക്രമനെ ആ സ്ഥാനത്ത് കാണാനാവുന്നില്ല. ആ മഹാദേവന്റെ അനുഗ്രഹം നിനക്ക് വേണ്ട പോലെ ഉണ്ട് ശിവാനി. ഇപ്പോ നിനക്ക് അങ്ങനെയൊക്കെ ചിലപ്പോ തോന്നുന്നതാകും. പക്ഷേ ഇനിയും നീ ശ്രമിച്ചേ പറ്റൂ. എല്ലാത്തിനേക്കാളും വേണ്ടത് സ്നേഹമാണ്. നിന്റെ മനസ്സിൽ അത് വേണ്ടുവോളം ഉണ്ടാകണം. അത് തന്നെത്താൻ മുട്ടിടേണ്ട ഒന്നാണ്. നിനക്ക് ആ പ്രണയം അനുഭവപ്പെടുന്ന സമയം വരുമോ എന്ന് ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ. ശ്രമിച്ചു നോക്കാം ഞാൻ. മുന്നോട്ടിനി എന്താകുമെന്ന് മഹാദേവന് മാത്രമേ അറിയൂ. ഇന്ന് 3-ാമത്തെ ദിവസം. ഇന്നും കൂടെ ത്രിവിക്രമൻ ഈ ചൂർണം സേവിച്ചാൽ മതി. ഗുരുക്കൾ പറഞ്ഞതും അങ്ങനെയല്ലേ? 2 ദിവസവും ഒരു സംശയമില്ലാതെ അവൻ കുടിക്കുകയും ചെയ്തു. എന്തായാലും ഇന്നും കുടിക്കുമായിരിക്കും. അവനിൽ ഇതിനിടയ്ക്ക് എന്തായാലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അവൻ 1000 ചോദ്യങ്ങൾ ചോദിച്ചേനെ. എന്തായാലും എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് സമാധാനിക്കാം. ത്രിവിക്രം, ത്രിവിക്രം, തൃശൂൽ ഇത് ത്രിവിക്രമന് കൊടുത്തിട്ട് അവന്. സോറി കൊച്ചുമലയാളി, അത് ഞാൻ ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ടാ. സോറി, വിട്ടേക്ക്. കുഴപ്പമില്ലടാ, ഞാൻ നോക്കിയല്ലോ വന്ന്. പക്ഷെ ഈ പാല് കൊച്ചുമുതലാളിക്ക് തരാൻ വേണ്ടി എനിക്ക് തന്നതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെന്തോ ഒരു മരുന്നടാ. ഡാഡി ചോദിച്ചാൽ ഞാനത് കുടിച്ചെന്ന് പറഞ്ഞാൽ മതി. ശരി ശരി കൊച്ചുമുതലാളി, ഇപ്പൊ തന്നെ ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടേക്കാം. എന്താ ഇങ്ങനെയൊക്കെ? എത്രയൊക്കെ പ്രയത്നിച്ചിട്ടും ആദിശേഷന്റെ സ്ഥാനത്ത് ത്രിവിക്രമനെ എനിക്ക് സങ്കല്പിക്കാൻ പോലും ആവുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? എന്താ പറന്നുപോയേ? ഹായ് ശിവാനി.
എപ്പോഴാ വന്നേ? താൻ ആ പ്രാവിനോട് സംസാരിച്ചോണ്ടിരുന്നില്ലേ, അപ്പൊ വന്നു. ഓ ആണോ? അതല്ല, താനെന്താ ആ പ്രാവിനെ അങ്ങനെ നോയിക്കൊണ്ടിരുന്നത്? എന്തോ ഈ പ്രാവിനെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടായി. ആണോ? അങ്ങനെയാണെങ്കിൽ പ്രാവ് തന്റെ അന്ന് കരുതിക്കും. അതെങ്ങനെ? ത്രിവിക്രം, പാവം അതിനെ വിട്ടേക്ക്. എന്തിനാ വെറുതെ ഉപദ്രവിക്കുന്നത്? അതിനെ തനിക്ക് ഇഷ്ടമായതല്ലേ? വീടില്ല ശിവാനി, ഇന്ന് ഞാൻ അതിനെ ഉറപ്പായിട്ടും പിടിച്ചിരിക്കും. എന്തായാലും അവൻ കൊണ്ടുവരുന്നേന്ന് ഞാനും അങ്ങ് കുളിച്ച് സുഖിച്ചിരിക്കായിരുന്നു. ഇനിയിപ്പോ അതും ഇല്ലാതായല്ലോ. ഇനി വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവോ? എന്താടാ ഇത്? അളിയ ഒച്ചുണ്ടാക്കല്ലേ. ചേച്ചിക്ക് മനസ്സിലാവാതെ ബോട്ടിലുകളിൽ നൈസായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകായിരുന്നു. അത് ശരി. ബോട്ടിൽ കൂട്ടുമുട്ടുന്ന ശബ്ദം നാട്ടുകാർ മുഴുവൻ കേട്ടു. എന്നിട്ട് അവന്റെ സൈലന്റ്. എന്താടാ, ത്രിവിക്രമൻ ഈ ആഴ്ച വല്ല പാർട്ടിയും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അളിയൻ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒന്നും ഇല്ല. ഭൂമി കീഴ്മേൽ മറിയാൻ തുടങ്ങി ഇന്നലെ തൊട്ട്. അളിയൻ അറിയാഞ്ഞിട്ടാ. കാര്യം എന്താന്ന് തെളിച്ചു പറയടാ. പാർട്ടിയും പരിപാടികളൊന്നും അങ്ങനെ ഇല്ല അളിയ. വീടിനകത്ത് ഒരു മദ്യക്കുപ്പികളും കാണാൻ പാടില്ല. എല്ലാം എടുത്തോണ്ട് പുറത്തുകൊണ്ടേ കളയണം. അതൊന്നും കുടിക്കാൻ പാടില്ലെന്ന ത്രിവിക്രമൻ പറയുന്നത്. എന്താടാ നീ പറയുന്നത്? സത്യം അളിയ, ഞാൻ ആകപ്പാടെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. 2-3 മിനിറ്റ് നേരത്തേക്ക് ഇരുട്ടടി കിട്ടിയ പോലെ ആയിരുന്നു. ഇപ്പൊ അത് ഓക്കെ ആയി. കൊള്ളാമല്ലോ. ത്രിവിക്രമൻ നന്നാവാൻ തീരുമാനിച്ചോ? അതെ അളിയ, എന്താന്നറിയില്ല, ഈയിടെ ത്രിവിക്രമന് വല്ലാത്തൊരു മാറ്റം. അല്ല, പാർട്ടിക്ക് പോകുന്നില്ലെന്ന് പറയുന്നു, ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകുന്നില്ലെന്ന് പറയുന്നു, സിഗരറ്റ് പോലും വേണ്ടെന്ന് പറഞ്ഞു, ഇപ്പതേ ഇതും വേണ്ടെന്ന് പറയുന്നു. പിന്നെ ഒരു കാര്യം, പെയിന്റിംഗ് മാത്രം നന്നായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് എന്നെ ഡൗട്ട് അടിച്ചെന്നേ, ഇതെന്റെ അനന്തരവൻ തന്നെയാണോ എന്ന്, അതോ മറ്റാരെങ്കിലും ആണെന്നാണ് ഞാനിപ്പോ ഓർക്കുന്നത്. ഞാനത് കൺഫ്യൂഷനിൽ അളിയാ. ത്രിവിക്രം, എന്താ പറ്റി? ഇല്ല, നോക്കട്ടെ, എനിക്ക് നോക്കട്ടെ. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കാണേണ്ടതാണ്. ഒന്നും സംഭവിച്ചില്ല. ആക്ച്വലി ഞാൻ ആ പ്രാവിനോട് താങ്ക്സാ പറയണ്ടേ. എന്തിന്? ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെ എൻ്റെ തൊട്ടടുത്ത് എനിക്കൊരിക്കലും കിട്ടില്ലായിരുന്നു. ത്രിവിക്രം, ത്രിവിക്രം, നിങ്ങളോടല്ലേ ചോദിച്ചത്? ഹേയ്, ഒന്നുമില്ല. ശരി, ആയിക്കോട്ടെ, നന്നാ പോയിക്കോട്ടെ. ഞാൻ അവന്റെ കണ്ണിൽ തന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആദിശേഷൻ ആരാ?
ആ ശിവനി. ഹായ്. ബൈ. ആ അതേടോ, ഞാൻ ഈ ബിസിനസിന്റെ വർക്കിൽ കുറച്ചധികം ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റാതിരുന്നത്. സോറി. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീക്ക് കാണാം. എടാ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും. അപ്പൊ നമുക്ക് എടാ, ഞാനിങ്ങനെ പിന്നെ വിളിക്കാം. എടാ, പിന്നെ വിളിക്കാന്ന് പറഞ്ഞല്ലേ. വെക്കി ബൈ. ഹായ്. എന്താ സുന്ദരിക്കുട്ടി, എന്റെ തോളിൽ കാര്യം? എന്നോട് നീ പറയാൻ വേണ്ടി വന്നതാ? നീ ഇതിപ്പോ എവിടെന്നാ വന്നേ? നീ എത്ര സുന്ദരിയാണെന്ന് നിനക്കറിയോ? അറിയോ? എപ്പോഴും ഇതുപോലെ സുന്ദരിയായിട്ട് തന്നെ ഇരിക്കണം. നിന്നെ ഞാൻ ഒരു നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അവിടെ എന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്. അവള് നിന്നെ പോലെ തന്നെ ഒരുപാട് സുന്ദരിയാ. ഞാനുണ്ടല്ലോ നിന്നെ അവിടേക്ക് കൊണ്ടുപോകാം. ഓക്കെ അല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം. സന്തോഷാവില്ലേ? എനിക്ക് വേണ്ടി പ്ലീസ്. ഗുരുക്കൾ തന്നുവിട്ട ചൂർണം ത്രിവിക്രമന്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങി നന്ദിച്ച. അവൻ മുമ്പത്തെ പോലെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നില്ല, പൊട്ടിത്തെറിക്കുന്നില്ല. അവന് ജോലിയുടെ കാര്യത്തിൽ നല്ല ഉത്തരവാദിത്വമുണ്ട്. ശരിയാ മുതലാളി. കൊച്ചു മുതലാളി മുമ്പത്തെ പോലെ അല്ലെന്ന് എനിക്കും തോന്നാറുണ്ട്. ഇതെല്ലാം ഒരു നല്ല സൂചനയാണ്. എത്രയും പെട്ടെന്ന് ഒരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവന്റെ കല്യാണം നടത്തണം. അതോടെ എന്റെ ടെൻഷനും കുറഞ്ഞു കിട്ടും. എന്തിനാ മുതലാളി ഇത്തിരി ടെൻഷൻ അടിക്കുന്നത്? എല്ലാം ശരിയാവും. അവൻ കുടിയൊക്കെ നിർത്തി ദൈവിക കാര്യങ്ങളിലൊക്കെ നല്ല വിശ്വാസമായിപ്പോ. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഭാവിയിലെല്ലാം ശരിയായി കോളുമെന്നൊരു വിശ്വാസമുണ്ട് എനിക്ക്. ശരിയാ മുതലാളി. എന്നിരുന്നാലും പെട്ടെന്ന് കല്യാണത്തിനുള്ള ഒരുക്കം വേണം. ചെയ്യേണ്ടതാണ് നന്ദിച്ച. ഇപ്പോഴവൻ ഗുരുക്കൾ കൊടുത്ത ചൂർണം കാരണം ചെറുതായിട്ടൊന്ന് മാറിയിരിക്കുക. പിന്നെ അവൻ പഴയ പോലെ കുട്ടികളെ തുടങ്ങിയാലോ? എന്റെ മോനെ കുറിച്ച് അറിയില്ലേ? കുറച്ചു ദിവസം ഇങ്ങോട്ടാണ്, കുറച്ചു ദിവസം അങ്ങോട്ടായിരിക്കും. അതുകൊണ്ട് അവൻ നന്നായിരിക്കുമ്പോ തന്നെ അവനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണം. ഒരു കണക്കിന് ശരിയാ പറഞ്ഞത്. തൃശ്ശൂലിന്റെ കാര്യത്തില് എനിക്ക് വല്ലാത്ത പേടിയാ. എന്താടാ അവനെന്താടോ കുഴപ്പം? പുറമേ നോക്കുമ്പോ കുഴപ്പമൊന്നുമില്ല മുതലാളി. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവനും ഉണ്ട്. എന്താ കാര്യം? വേറൊന്നല്ല മുതലാളി, അവൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്തോ കണ്ട് പേടിച്ചു എന്ന് അവൻ പറയുന്നത്. അതുപോലെ നട്ടുച്ചയ്ക്ക് അവൻ പ്രേതത്തെ കണ്ടു എന്നല്ല പറ്റുന്ന വിധത്തിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. എന്നാൽ അതുകൊണ്ടൊന്നും അവൻ തൃപ്തനായിട്ടില്ലെന്നാ തോന്നുന്നു. അവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് വല്ലാത്ത പേടി. ഏയ് അവനൊന്നും സംഭവിക്കില്ല. അവൻ എന്ത് കണ്ടിട്ടായിരിക്കും പേടിച്ചിട്ടുണ്ടാവുക? നീ ഒരു കാര്യം ചെയ്യും. ഇനി നമ്മൾ ഗുരുക്കളുടെ അടുത്തേക്ക് പോകുമ്പോഴേ ഇതെന്നെ ഒന്ന് ഓർമ്മിപ്പിക്കും. വല്ലോ ഏലസോ മറ്റോ മേടിച്ചോണ്ട് വരാം. അതോടെ എല്ലാം ശരിയാവും. ശരി മുതലാളി. ഓക്കെ. അയ്യോ, ഇങ്ങനെ വാതിൽ ഓർക്കുന്നതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം വരുന്ന സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഓ സൂപ്പർ. സ്നേഹത്തിൽ എന്ത് ചെയ്താലും അതിനൊരു ന്യായമുണ്ട്. അതുകൊണ്ട് കള്ളനെ പോലെ വാതിൽ തുറന്നാലും അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്താ അങ്ങനെയല്ലേ?
ഇറ്റ്സ് ഓക്കെ. ഈശ്വര, ഈ ചെറിയ കള്ളനോടൊന്ന് ക്ഷമിച്ചേക്ക്. Darling, വേഗം വാ, അകത്ത് കയറാം. ആ, നീ ഉറങ്ങുമ്പോ എത്ര സുന്ദരിയാണെന്നറിയോ? എന്താണെന്നറിയില്ല മുത്തേ, നീ എൻ്റെ എതിരെ നിൽക്കുമ്പോ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും സംസാരിക്കാനുള്ള ധൈര്യമേ കിട്ടാറില്ല. അതെന്താണെന്നറിയോ? നിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോ എല്ലാം ഞാൻ മറന്നുപോകും. നിന്റെ കണ്ണിനെ പിടിച്ചു വലിക്കുന്ന രീതിയിൽ എന്തോ ഒരു ശക്തിയുണ്ട്, അതറിയാം.